ഈശോ മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് എന്ന പ്രസ്താവന സ്നാപക യോഹന്നാൻ്റെ മനോഭാവം വെളിപ്പെടുത്തുകയാണ്. സ്നാപക യോഹന്നാൻ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിനെ ചൂണ്ടിക്കാട്ടി തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയതിനു ശേഷം എങ്ങനെ മാറി നിൽക്കണമെന്ന് യോഹന്നാന് നന്നായി അറിയാം. അരങ്ങൊടിഞ്ഞ് അണിയറയിലേക്ക് പോകാനുള്ള മനോഭാവം അധികാരസ്ഥാനത്തുള്ളവർ സ്വന്തമാക്കണം. എനിക്കു ശേഷം വരുന്നവരും കരുത്തരാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നവരാണ് യഥാർത്ഥ നേതാക്കൾ. അല്ലാത്തവർ മറ്റുള്ളവരെ ഭയക്കുന്ന ഭീരുക്കളാണ്. മക്കളെ വളർത്തി വലുതാക്കി ജീവിതാന്തസ്സിൽ പ്രവേശിപ്പിച്ച് സ്വതന്ത്രരാക്കി വിടുന്ന മാതാപിതാക്കന്മാർ സ്നാപകന്റെ മനസ്സ് സ്വന്തമാക്കിയവരാണ്. അഹത്തിൻ്റെ ആസക്തികളിൽ നിന്ന് മുക്തരാകാൻ നമുക്ക് സാധിക്കണം. അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ച യോഹന്നാനിൽ നിന്ന് അനേകർ മാമോദീസ സ്വീകരിച്ചു. യോഹന്നാൻ ശിഷ്യന്മാരെ ഒരുമിച്ച് ചേർക്കുകയും ചെയ്തു. പക്ഷേ യോഹന്നാൻ ആരെയും താനുമായി ബന്ധിച്ചു നിർത്തുന്നില്ല. ഇത് യഥാർത്ഥ പരിശീലകന്റെ അടയാളമാണ്. സുവിശേഷ പ്രഘോഷണം തനിക്ക് അനുയായികളെ ഉണ്ടാക്കുന്നതിനും പേരും പെരുമയും നേടുന്നതിനും പദവികളും സ്ഥാനമാനങ്ങളും പാരിതോഷികങ്ങളും ലഭിക്കുന്നതിനും വേണ്ടിയാകരുത്. ഗൂഢലക്ഷ്യങ്ങളില്ലാതെ, പ്രതിഫലേച്ഛയില്ലാതെ അനേകർ ഈശോയെ കണ്ടുമുട്ടുന്നതിൻ്റെ ആനന്ദം അനുഭവിക്കുന്നതിനാകണം. ക്രിസ്തുവിൽ ദൈവീകത തിരിച്ചറിഞ്ഞവനാണ് സ്നാപക യോഹന്നാൻ. എൻ്റെ കൂടെ ജീവിക്കുന്നവരിലും ഞാൻ കണ്ടുമുട്ടുന്നവരിലും ദൈവീകത കണ്ടെത്താൻ, നന്മ കണ്ടെത്താൻ നമുക്കാവണം. താൻ സൃഷ്ടിച്ചതെല്ലാം നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടുവെന്ന് ഉൽപ്പത്തി പുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ മുൻപിൽ സൃഷ്ടിക്കപ്പെട്ടവയെല്ലാം നല്ലതാണ്. മനുഷ്യൻ അതിൻ്റെ മൂല്യം കണ്ടെത്തുകയും ആദരിക്കുകയും വേണം. ഇത് മനുഷ്യൻ്റെ ബുദ്ധിയോടുള്ള ഒരു വെല്ലുവിളിയാണ്. മാനുഷിക ബുദ്ധി സർവ്വ സൃഷ്ടികളുടെയും സത്യം സംബന്ധിച്ച ധ്യാനത്തിലേക്ക് നമ്മെ ഉയർത്തണം. അതായത് അവയിൽ നന്മയായി ദൈവം കാണുന്നതിനെ പറ്റിയുള്ള ധ്യാനത്തിലേക്ക് നാം ഉയരണം. സ്നാപകന്റെ മനോഭാവം സ്വന്തമാക്കാൻ നമുക്കാവട്ടെ. വാക്കിലും പ്രവൃത്തിയിലും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കാൻ, എൻ്റെ കൂടെ ജീവിക്കുന്നവരിലും ഞാൻ കണ്ടുമുട്ടുന്നവരിലും നന്മ കണ്ടെത്താൻ നമുക്കിടയാവട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.